ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇന്നൊരു തേങ്ങ അരച്ച അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ നമ്മുടെ നാട്ടിൽ സിലോപ്പിയ എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഇത്രയും വലിയ മീനാവുമ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടാണ് കറി വെക്കാറ്. പക്ഷേ ഇന്ന് ഇതിനെ ഫുള്ളായിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വർത്താനൊന്നുമില്ല, നമുക്കത് മീൻ കറി ഉണ്ടാക്കിയാലോ, എന്നാൽ വായോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുക്കുന്നുണ്ട്. കൂടെ ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ എരിവൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ കാശ്മീരി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ചൂടായിട്ടുള്ള ഉരുളിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും ഞാനിതിലേക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അരപ്പൊക്കെ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ മിക്സിയിലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പും, 1 സ്പൂൺ ഉപ്പെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നു. ഞാൻ ഈ മീനിനെ മുഴുവനോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് അരപ്പൊക്കെ കോരി ഒഴിച്ച് നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്വയമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയുന്നില്ല, നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മീൻ കറി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.